മൈഗ്രേഷൻ ഈ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ പോയി കണ്ട ഒരു അടിപൊളി ചിത്രം. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ടോയ് സ്റ്റോറീസും മിനിയൻസും അതുപോലെ തന്നെ കാർസും ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഗംഭീര കൈൻഡ് ഓഫ് വൈബുണ്ട്. ആ ഒരു സെയിം കൈൻഡ് ഓഫ് വൈബാണ് ഈ ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്ന സിനിമയെ നമുക്ക് നൽകുന്നത്. അതായത് മെയിനായിട്ട് കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്, എങ്കിലും മുതിർന്ന ആൾക്കാർക്കും ഇരുന്ന് കാണുവാൻ സാധിക്കും. ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വെറും 1.5 മണിക്കൂറാണ്. അതായത് വളരെ സിമ്പിളായിട്ടിരുന്ന് പെട്ടെന്ന് കണ്ടു തീർക്കുവാൻ സാധിക്കുന്ന ടപ്പേന്ന് തീരുന്ന ഒരു കുഞ്ഞൻ ചിത്രം. പക്ഷേ സിനിമയുടെ ആ ഒരു കണ്ടന്റും കാര്യങ്ങളും ആനിമേഷൻ വർക്ക്സും പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ വളരെ ഗംഭീരമാണ്. പോരാത്തതിന് നല്ല ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം പാക്കഡ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. സിനിമയുടെ ഒരു പ്ലോട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ 4 താറാവുകളെയാണ് ഈ ഒരു സിനിമ മെയിനായിട്ട് നമ്മുടെ മുന്നിലേക്ക് ആദ്യം എത്തിക്കുന്നത്. ഒരു അച്ഛൻ താറാവ്, ഒരു അമ്മ താറാവ്, ഇവരുടെ 2 പേരുടെയും മക്കൾ, 2 മക്കളുണ്ട്. അപ്പോൾ ഈ 4 പേരും കൂടെ ഒരു പോണ്ടിനകത്ത് വളരെ സന്തോഷത്തോടെ കഴിയുകയാണ്. അപ്പോൾ ഈ ഒരു അച്ഛൻ താറാവിന് തൻ്റെ മക്കളെ ഈ ഒരു പോണ്ടിനും ആ ഒരു പ്രദേശത്തിനും പുറത്തേക്കായിട്ട് വിടാൻ വളരെയധികം പേടിയാണ്. കാരണം പുറത്ത് ഒരുപാട് അപകടങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. അത് തൻ്റെ മക്കളെ വേട്ടയാടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോണ്ടിനകത്തും ആ ഒരു പ്രദേശത്തിനകത്തും ഹാപ്പി ആയിട്ട് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നാണ് നമ്മുടെ അച്ഛൻ താറാവിൻ്റെ വിചാരം. പക്ഷേ അമ്മ താറാവിനും ബാക്കി 2 മക്കൾ താറാവിനും ഈ ഒരു പോണ്ട് വിട്ട് പുറത്തുള്ള ലോകം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അതിൻ്റെ പേരിൽ അവർക്കിടയിൽ പല സമയങ്ങളിലും തർക്കങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ ഒരു ഫാമിലി ഒരു ദിവസം തീരുമാനിക്കുകയാണ്, നമുക്കൊന്ന് പുറത്തു പോകണം. അതായത് ജമൈക്ക വരെ പോയിട്ട് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഒരു അഡ്വഞ്ചർ സ്റ്റോറി നടത്തണം, അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ നടത്തണമെന്നുള്ള രീതിക്ക് ഇവരൊരു പ്ലാനിലേക്ക് വരികയാണ്. ഇവരുടെ ആ ഒരു പ്ലാനിങ്ങിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മുടെ അച്ഛൻ താറാവിൻ്റെ അമ്മാവനും കൂടെ ചേരുന്നുണ്ട്. അങ്ങനെ ഇവർ 5 പേരും കൂടെ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് ജമൈക്കയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് വളരെ ഹാപ്പി ആയിട്ട് തുടങ്ങുകയാണ്. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേന് ഇവർ ന്യൂയോർക്ക് സിറ്റിയിൽ വന്ന് പെടുന്നത് പിന്നീട് അതുമായിട്ട് നടക്കുന്ന കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചിത്രം എടുത്ത് കാണിക്കുന്നത്. അപ്പം വളരെ അഡ്വഞ്ചറസും അതുപോലെ തന്നെ കോമഡി ആയിട്ടുള്ള രീതിക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടോയ് സ്റ്റോറീസും അതുപോലെ തന്നെ മിനിയൻസും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ചിത്രം ഇഷ്ടപ്പെടും. കാരണം ആ ഒരു ഫ്ലോ ആണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. പിന്നെ ഇതിൻ്റെ ആനിമേഷൻ ക്വാളിറ്റി ഒരു രക്ഷയില്ല. കാരണം എനിക്ക് തോന്നുന്നു കുട്ടികളെയാണ് ഈ ഒരു ചിത്രം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് പറ്റുന്ന രീതിക്കുള്ള ഹ്യൂമറും കാര്യങ്ങളാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത്യാവശ്യം മെച്ചുറായിട്ടുള്ള ആൾക്കാർ കാണുമ്പോൾ തന്നെ അവരെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും മെയിനായിട്ടുള്ള ഒരു ഫാക്ടർ വേണമല്ലോ. അതാണ് ഈ ഒരു സിനിമയ്ക്കകത്തെ ആനിമേഷൻ. ഗംഭീര ക്വാളിറ്റിക്കുള്ള ആനിമേഷനാണ്. ചില സിംഗിൾ ഷോട്ട്സ് ഒക്കെ ഉണ്ട്. ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുന്ന സമയത്ത് ചില സിംഗിൾ ഷോട്ട്സ് ഒക്കെ ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇങ്ങനെ ഒഴുകിപ്പോകുന്ന രീതിക്കുള്ള ഗംഭീര ആനിമേറ്റഡ് വർക്ക്സ് ഈ ഒരു സിനിമയ്ക്കകത്ത് നടന്നിട്ടുണ്ട്. ഇലൂമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ആനിമേഷൻ കമ്പനി, അല്ലെങ്കിൽ അവരുടെ കീഴിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആനിമേറ്റഡ് മൂവീസിൻ്റെ അവസ്ഥ ഇതാണ്. അതായത് വളരെ ഗംഭീരമായിട്ടുള്ള വർക്ക്സ് അവർ നടത്തിവെക്കും. അതിവിടെ നടന്നിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ആനിമേഷൻ ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസും ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ്, എനിക്കൊരു നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മൂവി നൽകിയത്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇരുന്ന ചില ആനിമേറ്റഡ് മൂവീസൊക്കെ കാണുമ്പോൾ കിട്ടുന്ന സെയിം കൈൻഡ് ഓഫ് ഫീലിംഗ് തന്നെയാണ് എനിക്ക് ഈ ഒരു സിനിമ തന്നത്. അധികം മസിലൊക്കെ പിടിച്ചിരുന്ന് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഐറ്റം അല്ല. പക്ഷേ കുറച്ച് ഓപ്പൺ ആയിട്ട് കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും കൂടെ കിട്ടണം, ആ ഒരു നൊസ്റ്റാൾജി ഒന്നും കൂടെ അടിക്കണം എന്നുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വീട്ടിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്, അവർക്ക് കാർട്ടൂൺസും ആനിമേറ്റഡ് മൂവീസും ഒക്കെ കാണുവാൻ ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവരെ കൂട്ടിയിരുത്തി കാണുവാനും പറ്റിയൊരു ചിത്രം കൂടെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തൊന്ന് നോക്കുക.